ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മൾ പുതിയൊരു കെമിസ്ട്രി ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ചാപ്റ്ററിന്റെ പേര് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്നാണ്. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് മെറ്റൽസ് ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് മെറ്റൽസ് ഉണ്ട്. നമ്മൾ ഓർണമെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റൽസ് ഉണ്ട് അല്ലെ? ഗോൾഡ്, സിൽവർ ഒക്കെ നമ്മൾ ഓർണമെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റൽസ് ഉണ്ട്. വേറെയും കുറെ മെറ്റൽസ് നിങ്ങൾക്ക് അറിയാം അല്ലെ? അയേൺ ഉണ്ട്, കോപ്പർ ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന മെറ്റൽസ് ആണ്. നിങ്ങൾക്ക് അറിയുന്ന നോൺ മെറ്റൽസ് ഉണ്ട് അല്ലെ? കുറെ നോൺ മെറ്റൽസ് ഉണ്ട് അല്ലെ? നമുക്ക് ചുറ്റും ഒരുപാട് നോൺ മെറ്റൽസ് ഉണ്ട്. നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഓക്സിജൻ എന്താണ്? മെറ്റൽ ആണോ നോൺ മെറ്റൽ ആണോ? നോൺ മെറ്റൽ ആണല്ലേ. അപ്പൊ മെറ്റൽ ആയിട്ടുള്ളവയുണ്ട്, നോൺ മെറ്റൽ ആയിട്ടുള്ളതുണ്ട്. മെറ്റാലിക് നാച്ചർ കാണിക്കുന്നതുണ്ട്, നോൺ മെറ്റാലിക് നാച്ചർ കാണിക്കുന്ന ആൾക്കാരും നമ്മുടെ ചുറ്റും ഉണ്ട്. സോ അതിനെപ്പറ്റി പഠിക്കുന്ന ഒരു അടിപൊളി ചാപ്റ്റർ ആണ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ഓക്കെ, അപ്പൊ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ചാപ്റ്റർ ആണ്. നമ്മൾ കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. മെറ്റൽസ് എങ്ങനെയാ റിയാക്ട് ചെയ്യുക, കുറെ മെറ്റൽസ് എടുത്ത് വെള്ളത്തിലിട്ട് നോക്കിയാൽ എന്താ സംഭവിക്കുക, വേറെ എന്തെങ്കിലും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ എന്താ സംഭവിക്കുക. കുറെ മെറ്റൽസ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പല സാധനങ്ങളും നമ്മൾ ഓരോരോ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, നിങ്ങൾ സ്ക്രീനിൽ കുറെ ഇമേജസ് കാണുന്നുണ്ട് അല്ലെ? നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്? ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. നമുക്ക് ചുറ്റുമുള്ള മെറ്റൽസും നോൺ മെറ്റൽസും ഒക്കെ ആണ്. ഓക്കെ, സോ ആ ഒരു ചാപ്റ്റർ ആണ്, അതിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേരെന്താ? മെറ്റൽസും നോൺ മെറ്റൽസും. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്ന മെറ്റൽസ് എന്തൊക്കെയാണെന്ന് ഒന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തൊക്കെ മെറ്റൽസിന്റെ പേരറിയാം? മെറ്റൽസ് അയേൺ അറിയാം, കോപ്പർ അറിയാം, ഗോൾഡ് അറിയാം, സിൽവർ അറിയാം. ഇവർക്കൊക്കെ എന്ത് നാച്ചർ ആണുള്ളത്? ഇതൊരു മെറ്റൽ ആണ്. നിങ്ങൾക്ക് ഒരു സാധനം കിട്ടി, അതൊരു മെറ്റൽ ആണെന്ന് നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അത് കാണുമ്പോ തന്നെ ഇതൊരു മെറ്റൽ ആണ്, ഇതൊരു മെറ്റാലിക് നാച്ചർ ഉള്ള സാധനമാണെന്ന് നിങ്ങൾ എന്ത് വെച്ചിട്ടാ പറയുന്നത്? ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു മെറ്റൽ ആണോ നോൺ മെറ്റൽ ആണോ എന്ന് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെയാണ്? അപ്പൊ മെറ്റൽസ് കാണിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ? നോൺ മെറ്റൽസ് കാണിക്കുന്ന വേറെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം മെറ്റൽ ആണോ നോൺ മെറ്റൽ ആണോ എന്ന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അവർ കാണിക്കുന്ന ഫിസിക്കൽ നാച്ചറിലും അവരുടെ കെമിക്കൽ നാച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ചിലത് മെറ്റൽ ആണോ നോൺ മെറ്റൽ ആണോ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെ? നമ്മുടെ കയ്യിൽ ഒരു സാധനം, എന്റെ കയ്യിൽ കുറച്ച് ഇരുമ്പ് കിട്ടി, അയേൺ കിട്ടിയെന്ന് വിചാരിക്കുക. അത് മെറ്റൽ ആണോ നോൺ മെറ്റൽ ആണോ എന്ന് ഞാൻ എങ്ങനെയാ ഡിഫൈൻ ചെയ്യാ? എനിക്ക് എങ്ങനെയാ മനസ്സിലാവുക ഇതൊരു മെറ്റൽ ആണ് അല്ലെങ്കിൽ ഇതൊരു നോൺ മെറ്റൽ ആണെന്ന്? എങ്ങനെയാ മനസ്സിലാവുക? അത് കാണിക്കുന്ന അതിന്റെ ചിലപ്പോ അത് കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവും ഇതൊരു മെറ്റൽ ആണ്. ഇനി ചില സാധനങ്ങൾ അതിന്റെ കെമിക്കൽ റിയാക്ഷൻസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇതൊരു മെറ്റൽ ആണ്. സോ നമുക്ക് പഠിക്കാൻ പോകുന്നതാണ് നമ്മള് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഒരു മെറ്റൽ കാണിക്കുന്ന ഫിസിക്കൽ നാച്ചർ ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഓക്കെ, ചില സാധനങ്ങള് ഫോർ എക്സാമ്പിൾ ഗോൾഡിനൊക്കെ എന്താണെന്നറിയോ? ഭയങ്കര ഷൈനിങ് ആയിരിക്കും അല്ലെ? അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽസും എന്തായിരിക്കും? ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള ഒരു ലെസ്റ്റർ ഉള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും, ലെസ്ട്രസ് ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും അല്ലെ? ചില സാധനങ്ങള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്യുന്ന സർഫസിനൊക്കെ ഭയങ്കര തിളക്കമായിരിക്കും, ഭയങ്കര ഷൈനിങ് ആയിരിക്കും. അപ്പം അത് മെറ്റൽസ് ആണോ നോൺ മെറ്റൽസ് ആണോ കാണിക്കുക? ഷൈനിങ് അപ്പിയറൻസ് ആരാ കാണിക്കുക? മെറ്റൽസ് ആണല്ലേ കാണിക്കുക. അപ്പൊ മെറ്റൽസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഫീച്ചർ ആണ് എന്ത്? ഷൈനിങ് അപ്പിയറൻസ് എന്ന് പറയുന്നത് അല്ലെ? അവരുടെ എസ്പെഷ്യലി പുതുതായിട്ടൊരു ഇപ്പൊ സിൽവറിന്റെ സൈഡ് ആണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നൈഫ് വെച്ചിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് സിംപിളി അങ്ങനെ ഈസിലി ഒന്നും കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. മെറ്റൽസിനെ ഭയങ്കര സ്ട്രോങ് ആണ് അല്ലെ? പക്ഷെ നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഷൈനിങ് അപ്പിയറൻസ് ആയിരിക്കും. ആ ഷൈനിങ് അപ്പിയറൻസിന് നമ്മൾ പറയുന്ന പേരാണ് ലസ്റ്റർ. ഓക്കെ, ലസ്റ്റർ ആയിട്ടുള്ള അപ്പിയറൻസ് മെറ്റാലിക് ലസ്റ്റർ എന്നാ നമ്മൾ പറയാ. ഓക്കെ, ദെൻ വാട്ട് ഈസ് മെറ്റാലിക് ലസ്റ്റർ? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ ഇതൊക്കെ. മെറ്റൽസ് ഇൻ ദ പ്യൂർ സ്റ്റേറ്റ് ഹാവ് എ ഷൈനിങ് സർഫസ്. ദിസ് പ്രോപ്പർട്ടി ഇസ് കോൾഡ് മെറ്റാലിക് ലസ്റ്റർ. അപ്പൊ മെറ്റാലിക് ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെറ്റൽസ് എടുത്തു കഴിഞ്ഞാല് ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ്. ദാറ്റ് ഈസ് നോൺ ആസ് മെറ്റാലിക് ലസ്റ്റർ ഓഫ് ദാറ്റ് മെറ്റൽ. ഓക്കെ, സോ നിങ്ങൾ നോക്കിക്കേ, സ്ക്രീനിൽ കുറെ സാധനങ്ങൾ ഉണ്ട് അല്ലെ? മെറ്റാലിക് ലസ്റ്റർ കാണിക്കുന്നത് ഗോൾഡ് ഒക്കെ കണ്ടില്ലേ നിങ്ങള്? ഭയങ്കര തിളക്കല്ലേ? നമ്മൾ ജ്വല്ലറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും അല്ലെ? എന്തുകൊണ്ടാ അവർക്ക് മെറ്റൽസിന് എന്തുണ്ട്? മെറ്റാലിക് ലസ്റ്റർ ഉണ്ട്. അവർക്ക് തിളക്കത്തിനുള്ള ഒരു ഭയങ്കര ഷൈനിങ് അപ്പിയറൻസ് ആയിരിക്കും അല്ലെ? ഫോയിൽസ് ഒക്കെ കണ്ടില്ലേ? അലൂമിനിയത്തിന്റെ ആണെങ്കിലും
ഡയമണ്ട്, സിൽവർ ഒക്കെ എന്താണ്? ഷൈനിങ് ആണ് അല്ലെ. സോ ഇതാണ് പറയുന്നത് മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മെറ്റൽസിന്റെ ഹാർഡ്നെസ് ആണ്. ഭയങ്കര കട്ടിയായിരിക്കും അല്ലെ. ചില മെറ്റൽസ് ഒക്കെ ഭയങ്കര കട്ടിയായിരിക്കും. ഇപ്പം ഇരുമ്പൊക്കെ ആണെങ്കിലും നമുക്കറിയാലേ ഭയങ്കര വെയിറ്റ് ഉള്ള ഭയങ്കര കട്ടിയുള്ള സാധനങ്ങളായിരിക്കും മെറ്റൽസിൽ മിക്കവാറും കാറ്റഗറിയിലുള്ള ആൾക്കാരൊക്കെ വരുന്നത്. സോ മെറ്റൽസ് ആർ ജനറലി ഹാർഡ് ആയിരിക്കും അല്ലെ. മെറ്റൽസ് ഭയങ്കര ഹാർഡ് ആയിരിക്കും. ആൻഡ് ഹാർഡ്നെസ് ഡിഫേഴ്സ് ഫ്രം മെറ്റൽ ടു മെറ്റൽ. അപ്പം എല്ലാ മെറ്റലിനും ഒരേ കട്ടിയാണോ ഉണ്ടാവുക? ഒരേ ഹാർഡ്നെസ് ആണോ എല്ലാ മെറ്റലിനും ഉണ്ടാവുക? ഗോൾഡിന്റെ ഹാർഡ്നെസ് ആണോ ഇരുമ്പിന് ഉണ്ടാവുക? അതേ ഹാർഡ്നെസ് ആണോ ചെമ്പിന് ഉണ്ടാവുക? അതേ ഹാർഡ്നെസ് ആണോ അലൂമിനിയത്തിന് ഉണ്ടാവുക? അല്ല, ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ മെറ്റൽസിന്റെ ഹാർഡ്നെസ് ഉണ്ട്. മെറ്റൽസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് മെറ്റലിന്റെ ഹാർഡ്നെസ് പറയുന്നത്. പക്ഷേ മെറ്റലിന്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത് മെറ്റൽ ടു മെറ്റൽ എന്ത് ചെയ്യും? ഡിഫർ ചെയ്യും അല്ലെ. നമ്മള് നൈഫിലൊക്കെ എടുക്കുന്ന സാധനമാണെങ്കിൽ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റൽസ് ഓരോ സ്ഥലത്തിനും ഓരോ മെറ്റൽസിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഹാർഡ്നെസ് ആയിരിക്കും. അപ്പൊ നമ്മൾ മെറ്റൽസിന് പഠിച്ച ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ മെറ്റാലിക് ലസ്റ്റർ ആയിരുന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് മെറ്റലിന്റെ ഹാർഡ്നെസ് ആയിരുന്നു. ഇനിയും ഉണ്ട് നമുക്കൊരു സാധനം മെറ്റൽ ആണോ നോൺ മെറ്റൽ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. മെറ്റലിന് മാലിയബിലിറ്റി ഉണ്ട്. എന്തുണ്ട്? മാലിയബിലിറ്റി. മെറ്റൽസ് ആർ ഹാവിങ് മാലിയബിലിറ്റി. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താടാ? What is malleability? Malleability എന്ന് പറഞ്ഞു കഴിഞ്ഞാല് some metals can be beaten into thin sheets. This property is called malleability. ചില മെറ്റൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിച്ചിട്ട് ഷീറ്റുകളാക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, ചില ഷീറ്റ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടി പറ്റും ചില മെറ്റൽസിന് എടുത്തു കഴിഞ്ഞാൽ. എല്ലാ മെറ്റൽസിനും മാലിയബിലിറ്റി അല്ലെങ്കിൽ എല്ലാ മെറ്റൽസിനും ഇന്ന പ്രോപ്പർട്ടി ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഓൾമോസ്റ്റ് ഉള്ള ആൾക്കാരെ ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ മാലിയബിൾ ആണെന്ന് പറയും. അവർക്ക് എന്താണ്? അടിച്ചിട്ട് അവരെ തിൻ ഷീറ്റുകളാക്കി മാറ്റാൻ വേണ്ടി പറ്റും. ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മള് മെറ്റൽസിന്റെ മാലിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു മെറ്റാലിക് ലസ്റ്റർ പഠിച്ചു, ഹാർഡ്നെസ് പഠിച്ചു, ആൻഡ് തേർഡ് വൺ ഇസ് മാലിയബിലിറ്റി. കുറെ ഗോൾഡിനും സിൽവറിനൊക്കെ എന്തുണ്ട്? അവരൊക്കെ ഭയങ്കര മാലിയബിലിറ്റി കാണിക്കുന്ന ആൾക്കാരാണ്. ഗോൾഡും സിൽവറൊക്കെ അടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഷീറ്റ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും കേട്ടോ. അതാണ് എന്ത് പറയാ? മെറ്റൽസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് മെറ്റലിന്റെ മാലിയബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. കുറെ ഷീറ്റ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. ആൻഡ് വേറൊരു ഫീച്ചർ ആണ് ഡക്റ്റിലിറ്റി. എന്താ പറയാ? ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താടാ? ഡക്റ്റിലിറ്റി എന്താ? മെറ്റലിന്റെ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെറ്റൽസിന് നമുക്ക് കുറെ വയറില്ലേടാ, നമ്മൾ കാണുന്ന വയേഴ്സ് ഇല്ലേ, വയേഴ്സ് പോലെ ആക്കാൻ വേണ്ടി പറ്റും. മെറ്റലിന് നമുക്ക് വയേഴ്സിന്റെ ഷേപ്പില് ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഓക്സിജനൊക്കെ പിടിച്ച് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഇല്ലേ, ഇതൊക്കെ നോൺ മെറ്റൽസ് അല്ലേ, നോൺ മെറ്റാലിക് നേച്ചർ അല്ലേ. അപ്പം അവരൊക്കെ പിടിച്ചിട്ട് എനിക്ക് വയറാക്കി മാറ്റാൻ വേണ്ടി പറ്റുമോ? പറ്റുമോ? ഇല്ല. പക്ഷെ മെറ്റൽസിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വയേഴ്സ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അതിനെയാണ് നമ്മള് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ബൈ ദ നെയിം ഡക്റ്റിലിറ്റി. അപ്പൊ മെറ്റൽസിന് എന്തുണ്ട്? ഡക്റ്റിലിറ്റി കാണിക്കും അല്ലെ, വയേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. ദ എബിലിറ്റി ഓഫ് മെറ്റൽസ് ടു ബി ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സ് ഇസ് കോൾഡ് ഡക്റ്റിലിറ്റി. ആ മെറ്റൽസിനെ തിൻ വയേഴ്സ് ആക്കി മാറ്റാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റിനെയാണ് നമ്മള് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഗോൾഡ് ഈസ് ദ മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ. ഏറ്റവും കൂടുതൽ അപ്പം ഗോൾഡ് എന്ത് കാണിക്കുന്നുണ്ട്? ഡക്റ്റിലിറ്റിയും കാണിക്കുന്നുണ്ട്, മാലിയബിലിറ്റിയും കാണിക്കുന്നുണ്ട് അല്ലെ. ഗോൾഡിനെ നമുക്ക് വയേഴ്സ് ആക്കി മാറ്റാനും പറ്റും, വേണമെങ്കിൽ അടിച്ചു പരത്തി ഷീറ്റ് ആക്കി മാറ്റാനും പറ്റും. സോ നമ്മൾ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഗോൾഡ് യൂസ് ചെയ്യുന്നില്ലേ? എന്തുകൊണ്ടാ? നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിലൊക്കെ ആക്കി എടുക്കാൻ പറ്റില്ലേ ഗോൾഡിനെ? നമുക്കിപ്പം ഏതൊരു ഡിസൈനിൽ വേണമല്ലോ, നമുക്ക് മാല കമ്മലൊക്കെ നമുക്ക് വേണ്ട ഡിസൈനിൽ ചെയ്യാൻ പറ്റും. അതിന് ഡക്റ്റിലിറ്റി ഉണ്ട്, മാലിയബിലിറ്റി ഒക്കെ ഉള്ള ഹയസ്റ്റ് ആയിട്ടുള്ള മെറ്റലാണ് എന്ത്? ഗോൾഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ ഗോൾഡിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ ഗോൾഡ് ഇസ് ദ മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ. ഓക്കെ, പിന്നെന്ന് പറയുന്നത് 1 ഗ്രാം ഗോൾഡ് അല്ല, 1 പവൻ സ്വർണം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ? 8 ഗ്രാം അല്ലെ. പക്ഷെ നമുക്ക് 1 ഗ്രാം സ്വർണം വെച്ചിട്ട് നമുക്ക് 2 കിലോമീറ്റർ ലെങ്ത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ വയറാക്കി മാറ്റാൻ വേണ്ടി പറ്റും. 1 ഗ്രാം സ്വർണം എടുത്തിട്ട് 1 ഗ്രാം ഗോൾഡ് എടുത്തിട്ട് നമുക്ക് 2 കിലോമീറ്റർ നീളമുള്ള
വയറാക്കി മാറ്റാൻ വേണ്ടി പറ്റും. സോ ഗോൾഡ് എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര ഡക്റ്റിലിറ്റി ഉള്ള ആളാണ് ഗോൾഡ് എന്ന് പറയുന്നത്. സോ 2 കിലോമീറ്റർ ലെങ്ത് ഉള്ള ഒരു വയറാക്കണമെങ്കിൽ നമുക്ക് എത്ര മതി? ഒരൊറ്റ ഗ്രാം ഗോൾഡ് മതിയാവും. ഓക്കെ, അത്രയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? തിൻ വയറാക്കി മാറ്റാൻ, അത്രയും മെലിഞ്ഞ നേർത്തിട്ടുള്ള എന്താക്കാൻ പറ്റും? വയറാക്കി മാറ്റാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഈസ് ഡക്റ്റിലിറ്റി. It is because of their malleability and ductility that metals can be given different shapes according to our needs. അല്ലെ, ഞാൻ പറഞ്ഞില്ലേ മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റി ഒക്കെ മെറ്റൽസിന് ഉള്ളത് കൊണ്ടാണ് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഡിസൈൻ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ നമ്മൾ മെറ്റൽസിന്റെ 4 ഫീച്ചേഴ്സ് ആണ് ഇപ്പൊ പഠിച്ചത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? മെറ്റാലിക് ലസ്റ്റർ അല്ലെ, ഭയങ്കര തിളക്കായിരിക്കും, ഭയങ്കര കട്ടിയായിരിക്കും, ഭയങ്കര ഹാർഡ്നെസ് ആയിരിക്കും, ഡക്റ്റിലിറ്റി കാണിക്കും, മാലിയബിലിറ്റി കാണിക്കും. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ഒരു ഫീച്ചർ ആണ് കണ്ടക്ടിവിറ്റി ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റ് കണ്ടക്ഷൻ. ഓക്കെ, മെറ്റൽസിനെ നമുക്ക് ഹീറ്റ് കടത്തിവിടോ ഇല്ലയോ? ഹീറ്റ് കടത്തിവിടും അല്ലെ? ഹീറ്റ് കടത്തിവിടും. നമ്മൾ മെറ്റാലിക് ആയിട്ടുള്ള എന്തുണ്ട്? നമുക്ക് അലൂമിനിയം പാത്രങ്ങളൊക്കെ അല്ലേ? അതെന്തുകൊണ്ടാ? ഹീറ്റ് കടത്തിവിടുന്നോണ്ടല്ലേടാ. ആ പാത്രത്തിൽ വെച്ചിട്ട് മെറ്റൽ ഹീറ്റ് കടത്തിവിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് എങ്ങനെയാ ഫുഡ് ഉണ്ടാക്കുക? അപ്പം നമ്മൾ അലൂമിനിയം ആണെങ്കിലും ഏതൊരു മെറ്റൽ എടുത്തു കഴിഞ്ഞാലും മെറ്റൽ ടു മെറ്റൽ ഡിഫർ ചെയ്യുമെങ്കിലും അതിന്റെ ഇന്റൻസിറ്റി ഡിഫർ ചെയ്യുമെങ്കിലും അവരെന്ത് കണ്ടക്ട് ചെയ്യുവടാ? ഹീറ്റിനെ കണ്ടക്ട് ചെയ്യും കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ചിലപ്പോൾ മെറ്റാലിക് സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? കുറെ നേരം നമ്മളൊരു ഫുഡിനകത്തേക്കൊക്കെ ഇട്ടിട്ട് ഹീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആ മെറ്റാലിക് സ്പൂൺ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മളെ കൈക്ക് പൊള്ളലേൽക്കും അല്ലെ? കൈ നല്ല ചൂടായി പോവും, നല്ല പൊള്ളിപ്പോവും. കാരണം എന്തുകൊണ്ടാ? സ്പൂൺ അവിടെ ചുമ്മാ കിടക്കുകയാണോ? അല്ല, സ്പൂൺ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഹീറ്റ് എനർജീന. ഇപ്പം ഇതൊരു സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ ഭയങ്കര വെരി ഗുഡ് ഇൻ ഡ്രോയിങ് ആണ്. സോ ഇതൊരു സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു എൻഡിൽ തീ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് ഹീറ്റ് ആണ്, ഈ ഒരു എൻഡിൽ തീ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറെ സമയം കഴിഞ്ഞ് നമ്മള് ഇവിടെ പിടിക്കുകയാണ്, ഈ സ്പൂണിൽ ഈ അറ്റത്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് എന്ത് ചെയ്യും? ഹീറ്റ് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടെ എത്തും. അപ്പൊ നമ്മൾ ഇവിടെ പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? കൈക്ക് പൊള്ളലുണ്ടാവും. സോ മെറ്റൽസ് എന്ത് കണ്ടക്ട് ചെയ്യും? ഹീറ്റിനെ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഗുഡ്. അപ്പൊ മെറ്റൽസിന് മെറ്റാലിക് ലസ്റ്റർ ഉണ്ട്, ഹാർഡ്നെസ് ഉണ്ട്, മാലിയബിലിറ്റി ഉണ്ട്, ഡക്റ്റിലിറ്റി ഉണ്ട്, ഹീറ്റ് കണ്ടക്ഷൻ ഉണ്ട് അല്ലെ? അവര് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യും. Okay, metals are good conductors of heat and have high melting points. And the best conductors of heat are silver and copper ആണ്. പെട്ടെന്ന് എന്ത് ചെയ്യുക? സിൽവർ ആണെങ്കിലും കോപ്പർ ആണെങ്കിലും പെട്ടെന്ന് എന്ത് ചെയ്യും? ഹീറ്റിനെ കണ്ടക്ട് ചെയ്യും. ലെഡ് ആൻഡ് മെർക്കുറി ആർ കമ്പാരിറ്റീവ്ലി poor conductors of heat. അപ്പം ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്നതിൽ ലെഡും മെർക്കുറിയും കമ്പാരിറ്റീവ്ലി പുവർ ആണ്. ഏറ്റവും കൂടുതൽ ആരാ ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുക? സിൽവർ ആണ് അല്ലെ? സിൽവറും കോപ്പറും ഒക്കെയാണ്. നമ്മള് വയേഴ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ആരാടാ? സിൽവർ ആണ് കേട്ടോ. സിൽവറും കോപ്പറും ആണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് കണ്ടക്ടിവിറ്റി ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റിന്റെ കണ്ടക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. മെറ്റൽസിന്റെ കൂടെ കറണ്ട് പാസ് ചെയ്യോ ഇല്ലയോ? മെറ്റൽസിലൂടെ കറണ്ട് പാസ് ചെയ്യോ ഇല്ലയോ? ഉറപ്പല്ലേ പാസ് ചെയ്യുന്നുള്ളത്? നമ്മൾ എങ്ങനെയാ ഇലക്ട്രിക് ലൈൻസ് ഒക്കെ നമ്മൾ എങ്ങനെയാ കറണ്ട് പാസ് ചെയ്ത് വീട്ടിലേക്കൊക്കെ എടുക്കുന്നത്? എങ്ങനെയാ? ത്രൂ മെറ്റൽസ് അല്ലേ? മെറ്റൽസ് വഴിയല്ലേ നമുക്ക് എത്തുന്നത്. അപ്പം മെറ്റൽസ് ഡെഫിനറ്റ് ആയിട്ട് എന്ത് ചെയ്യും? കറണ്ടിനെ പാസ് ചെയ്യും. ഓരോ മെറ്റലിനനുസരിച്ചും അതിന്റെ കണ്ടക്ടിവിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ എല്ലാ മെറ്റൽസിനും ചിലപ്പോൾ അതിന്റെ തിക്നെസ്സിനെയും അതിന്റെ ഏരിയനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും കണ്ടക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇൻ ജനറൽ എന്ന് പറയുന്നത് മെറ്റൽസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഇപ്പൊ നമുക്കൊരു എക്സ്പെരിമെന്റ് ഒക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മളൊരു ബാറ്ററി ആയിട്ട് ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏത് മെറ്റൽ ആണോ, നമുക്ക് ഇവിടെ ഇപ്പൊ കോപ്പർ ആണോ, സിൽവർ ആണോ, ഗോൾഡ് ആണോ, നമുക്ക് ഏത് മെറ്റലിലാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സൈഡിൽ ഇവിടെ ഈ സെഷനിൽ നമ്മൾ ആ മെറ്റല് വെച്ചു കൊടുത്താൽ മതി. അപ്പൊ എന്ത് ചെയ്യും? ബൾബ് കത്തും. ബൾബ് കത്തി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കറണ്ട് അതിലേ പാസ് ചെയ്യുന്നുണ്ട് അല്ലെ? കറണ്ട് പാസ് ചെയ്യാതെ ബൾബ് കത്തുവോ? ഇല്ല. സോ അതാണ് മെറ്റൽസ് എന്തും കണ്ടക്ട് ചെയ്യും. ഹീറ്റ് മാത്രമല്ല മെറ്റൽസ് കണ്ടക്ട് ചെയ്യുക, ഇലക്ട്രിസിറ്റിയും മെറ്റൽസ്
കണ്ടക്ട് ചെയ്യും. ക്ലിയർ ആണോടാ? സോ ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന സെയിം തന്നെയാണ്. പ്ലേസ് ദ മെറ്റൽ ടു ദ ടെസ്റ്റ് to be tested in the circuit between terminals A and B. A and B ടെർമിനൽസിന്റെ ഇടയിൽ നമുക്ക് ഏത് മെറ്റൽ ആണോ ടെസ്റ്റ് ചെയ്യേണ്ടത് ആ മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യുക, വെക്കുക. Does the bulb glow? ബൾബ് കത്തും ട്ടോ, ബൾബ് കത്തും. മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. മെറ്റൽസ് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, അപ്പൊ നമ്മള് മെറ്റൽസിന്റെ ഫീച്ചേഴ്സ് പഠിച്ചു. മെറ്റൽസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? മെറ്റൽസിന്റെ ഫീച്ചേഴ്സ് ഒന്ന് പറഞ്ഞേടാ, ഒന്ന് ഓർത്തിട്ട് പറഞ്ഞേ. ഓക്കെ, മെറ്റൽസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്തായിരുന്നു? മെറ്റാലിക് ലസ്റ്റർ. മെറ്റാലിക് ലസ്റ്റർ. പിന്നെ എന്തായിരുന്നു പറഞ്ഞത്? ഹാർഡ്നെസ് അല്ലെ, ഭയങ്കര കട്ടിയാ. ദാറ്റ് ഈസ് ഹാർഡ്നെസ്. പിന്നെ എന്തായിരുന്നു പറഞ്ഞത്? ഡക്റ്റിലിറ്റി പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞൂടാ? മാലിയബിലിറ്റി പറഞ്ഞു. പിന്നെ എന്താടാ പറഞ്ഞത്? കണ്ടക്ഷൻ ഓഫ് ഹീറ്റ് അല്ലേ, ഹീറ്റ് കണ്ടക്ഷൻ ഉണ്ട്. പിന്നെ എന്താടാ? കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. സോ മെറ്റൽസിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണല്ലേ പഠിച്ചത്. കാണുമ്പോഴും അതിന്റെ ഫിസിക്കൽ, കെമിക്കൽ നാച്ചറിലേക്ക് നമ്മൾ കടന്നിട്ടേ ഇല്ല. ഫിസിക്കൽ നാച്ചർ ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പൊ മെറ്റാലിക് ലസ്റ്റർ ഉണ്ടാവും, ഹാർഡ്നെസ് ഉണ്ടാവും, ഡക്റ്റിലിറ്റി ഉണ്ട്, മാലിയബിലിറ്റി ഉണ്ട്, കണ്ടക്ഷൻ ഓഫ് ഹീറ്റ് ഉണ്ട്, കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. നിങ്ങൾ പിന്നെ സൊണോറിറ്റി പഠിച്ചിട്ടുണ്ടോടാ? സൊണോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റൽസ് തമ്മിൽ കൂടുമ്പം സൗണ്ട് കേൾക്കുന്നില്ലേ, മെറ്റൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ, അതിനെയാണ്, ആ ഒരു ഫീച്ചറിനെയാണ് മെറ്റലിന്റെ സൊണോറിറ്റി എന്ന് പറയുന്നത് കേട്ടോ. സൊണോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൗണ്ട്, എസ് എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ സൊണോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെറ്റൽസിന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, അത് തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയത്ത്. സോ ദാറ്റ് ഇസ് നോൺ ആസ് സൊണോറിറ്റി. അപ്പം ഇത്രയും ഫീച്ചേഴ്സ് ആണ്, ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ് മെറ്റൽസിന്റെ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോൺ മെറ്റൽസിനെ പറ്റി പഠിക്കാം. ഓക്കെ, നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർ എയ്തർ സോളിഡ്സ് ഓർ ഗ്യാസസ് എക്സെപ്റ്റ് ബ്രാഹ്മൺ വെർസസ് ലിക്വിഡ്. അപ്പൊ നോൺ മെറ്റൽസ് പറഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ ഗ്യാഷ്യസ് ഫോമിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ സോളിഡ് ഫോമിലുള്ളതായിരിക്കും. പക്ഷെ എക്സെപ്റ്റ് ആരാടാ? ബ്രാഹ്മൺ. ബ്രാഹ്മൺ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ആയിട്ടുള്ള നോൺ മെറ്റൽ ആണ്. ഓക്കെ, എക്സാമ്പിൾ ആണ് നോൺ മെറ്റൽസിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, സൾഫർ ഉണ്ട്. ഇതൊക്കെ നോൺ മെറ്റൽ ആണല്ലേ, ഗ്യാഷ്യസ് ഫോമിലുള്ള സാധനങ്ങളാണ് ഈ ഓക്സിജനും ഈ കാർബണും സൾഫറും ഒക്കെ അല്ലെ. ആൻഡ് ഓക്സിജനും ഇതൊക്കെ എന്താണ്? ഗ്യാഷ്യസ് ഫോമിലുള്ളതാണ് കേട്ടോ. അപ്പം കാർബൺ എന്ന് പറയുന്നത് കരിയല്ലേ, ഇതൊക്കെ എന്താണ്? നോൺ മെറ്റൽസ് ആണ്. അപ്പൊ ഒന്നില്ലെങ്കിൽ ഗ്യാഷ്യസ് ഫോമിലായിരിക്കും, അല്ലെങ്കിൽ സോളിഡ് ഫോമിലായിരിക്കും. ആൻഡ് ലിക്വിഡ് ഫോമിലുള്ള ഒരേ ഒരു നോൺ മെറ്റലേ ഉള്ളൂ, ദാറ്റ് ഈസ് ബ്രാഹ്മിൻ അല്ലെ. ബ്രാഹ്മിൻ എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. All metals except mercury exist as solids at room temperature. Metals have high melting points. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ്സ് ആണ്. But gallium and cesium have very low melting points. These two metals will melt if you keep them on your palm. Okay, അപ്പൊ നമ്മൾ ഇനി മെറ്റൽസിന്റെ മെൽറ്റിംഗ് പോയിന്റ് വെച്ചിട്ട് പറയുന്ന ഫീച്ചർ ആണ്. എന്താണ് ഇവർക്കൊക്കെ? മെറ്റൽസിന് എന്താണ്? മെറ്റൽസ് ആണേടാ. മെറ്റൽസിന് എന്താണ്? ഭയങ്കര ഹൈ ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ആണ് കേട്ടോ. ഗാലിയത്തിന്റെ പ്രത്യേകത എന്താ? ഗാലിയും സീഷ്യത്തിന്റെയും പ്രത്യേകത എന്താണ്?
അവർക്ക് ലോ മെൽറ്റിംഗ് പോയിന്റ്. ബാക്കി എല്ലാവർക്കും എന്താണ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറച്ച് മതി അല്ലെ. അപ്പം ഈ മെറ്റൽസിന്റെ ഗാലിയം സീഷ്യം ഒക്കെ നമ്മൾ കയ്യിൽ വെച്ചാൽ തന്നെ എന്തായി പോകും, അത് ഉരുകും. അപ്പൊ അത്രയും കുറഞ്ഞ മെൽറ്റിംഗ് പോയിന്റ് ആണ് കേട്ടോ, അത് മെൽറ്റ് ചെയ്ത് പോവും. അത്രയും കുറഞ്ഞ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഗാലിയത്തിനും സീഷ്യത്തിനും ഉള്ളത്. ആൻഡ് അയഡിൻ എന്ന് പറയുന്നത് നോൺ മെറ്റൽ ആണ്, പക്ഷെ അത് ലസ്ട്രസ് ആണ് കേട്ടോ. അയഡിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് നോൺ മെറ്റൽ ആണ്, പക്ഷെ മെറ്റൽ അല്ലേ, ലെസ്റ്റർ, മെറ്റാലിക് ലെസ്റ്റർ അല്ലേ കാണിക്കുക, മെറ്റാലിക് ലെസ്റ്റർ അല്ലേ ഉണ്ടാവുക. പക്ഷെ അയഡിൻ എന്ന് പറയുന്നത് നോൺ മെറ്റൽ ആണ്, എന്നിട്ടും അതെന്ത് കാണിക്കും, ലെസ്ട്രസ് ആണ് കേട്ടോ. അതിന് തിളക്കമുള്ളൊരു നോൺ മെറ്റൽ ആണ് അയഡിൻ എന്ന് പറയുന്നത്. ആൻഡ് കാർബൺ ഇസ് എ നോൺ മെറ്റൽ. കാർബൺ എന്ന് പറയുന്നത് നോൺ മെറ്റൽ ആണ് അല്ലെ, നമ്മൾ എക്സാമ്പിൾ പഠിച്ചു. That can exist in different forms. Each form is called an allotrope. Important ആയിട്ടുള്ള വേർഡ് ആണ് അതടാ, allotrope. Allotrope എന്ന് പറയും. Allotrope എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോടാ, കാർബൺ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റൽ ആണ്. അത് ഡിഫറെന്റ്, ഇപ്പൊ കരിയായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. കാർബണിന്റെ വേറൊരു ഫോം ഉണ്ട്, ഡയമണ്ട് ഉണ്ട് കേട്ടോ. അങ്ങനെ ഡയമണ്ട് എന്ന് പറയുന്ന ഒരു കാർബണിന്റെ ഒരു ഫോം ആണ് കേട്ടോ. അപ്പൊ കാർബൺ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് കാർബണിന്റെ അലോട്രോപ്സ് എന്ന് പറയാ കേട്ടോ. കാർബണിന്റെ അലോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാർബൺ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോമില് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് അങ്ങനത്തെ ഫോമിനാണ് നമ്മൾ അലോട്രോപ്സ് എന്ന് പറയാ. ഡയമണ്ട് എന്ന് പറയുന്നത് കാർബണിന്റെ ഒരു അലോട്രോപ്പ് ആണ്. ഡയമണ്ട് ഇല്ലേടാ, ആ ഡയമണ്ട് എന്ന് പറയുന്നത് കാർബണിന്റെ അലോട്രോപ്പ് ആണ്. അതെന്ന് പറയുന്നത് ഭയങ്കര ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ് നോൺ ആൻഡ് ഹാസ് എ വെരി ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. അപ്പം കാർബണിന്റെ അലോട്രോപ്പ് ആയിട്ടുള്ള ഡയമണ്ട്, അപ്പൊ ഡയമണ്ടിലും എന്താണുള്ളത്, കാർബൺ ആണുള്ളത് കേട്ടോ. ഈ കാർബണിന്റെ അലോട്രോപ്പ് ആയിട്ടുള്ള ഡയമണ്ട് എന്ന് പറയുന്നത് അതിന് ഭയങ്കര ഹൈ ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ആണ്. നമ്മൾ അതൊന്ന് ഉരുക്കണം എന്നുണ്ടെങ്കിൽ, ഡയമണ്ടിനെ നമുക്ക് ഉരുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് എന്ത് കൊടുക്കണം, ടെമ്പറേച്ചർ കൊടുക്കണം. അപ്പൊ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഹൈ ബോയിലിംഗ് പോയിന്റ് ആണ് കേട്ടോ. അങ്ങനത്തെ ഒരു സബ്സ്റ്റൻസ് ആണ്, ഭയങ്കര ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ് ആണ് എന്ത്, ഡയമണ്ട് എന്ന് പറയുന്നത്. വിച്ച് ഈസ് an allotrope of carbon. കാർബണിന്റെ അലോട്രോപ്പ് ആണ്. അതുപോലെ തന്നെ ഗ്രാഫൈറ്റ്. അപ്പം അലോട്രോപിക് ഫോംസ് ഒന്ന് ഇതാണ്, ഡയമണ്ട് ആണ്. രണ്ടാമത്തെന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് അനദർ അലോട്രോപ്പ് ഓഫ് കാർബൺ ഇസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന കാർബണിന്റെ ഒരു അലോട്രോപ്പ് ആണ് എന്ത്, ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഡയമണ്ടും ഉണ്ട് കാർബണിന്റെ അലോട്രോപ്സ്. അപ്പൊ കാർബണിന്റെ 2 അലോട്രോപ്സ് ആണുള്ളത്. ഡയമണ്ട് നമുക്ക് പഠിക്കാന്, ഡയമണ്ടും പിന്നെ ഏതാടാ, ഡയമണ്ടും ഗ്രാഫൈറ്റും. സോ ഡയമണ്ടും ഗ്രാഫൈറ്റുമാണ് കാർബണിന്റെ അലോട്രോപ്സ്. ഡയമണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഹാർഡസ്റ്റ് ആണ്, ഭയങ്കര ഹൈ മെൽറ്റിംഗ് പോയിന്റും ഭയങ്കര ഹൈ ആയിട്ടുള്ള ബോയിലിംഗ് പോയിന്റ് ഒക്കെ ഉള്ള കാർബണിന്റെ അലോട്രോപ്പ് ആണെന്ത്, ഡയമണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ആൽക്കലി മെറ്റൽസ്. ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം. പീരിയോഡിക് ടേബിളിന്റെ അകത്ത് ഉണ്ട് അല്ലെ, ആൽക്കലി മെറ്റൽസ് ഉണ്ട്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പുകൾ ഉണ്ട് അല്ലെ. അപ്പം ഫസ്റ്റത്തെ ആൾക്കാരാണ് എന്താ, ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്ന ആൾക്കാർ. സോ ഈ ആൽക്കലി മെറ്റൽസിന്റെ അകത്ത് വരുന്ന ആർക്കാ, ലിത്തിയം ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. ഇവരൊക്കെ ആൽക്കലി മെറ്റൽസാ. ഈ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റാ. ഓക്കെ, മെറ്റൽസ് ഭയങ്കര ഹാർഡാന്നല്ലേ നമ്മൾ പറഞ്ഞത്, ഭയങ്കര ഹാർഡ്നെസ് ഉള്ള ആൾക്കാരല്ലേ മെറ്റൽസ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ്. ആൻഡ് ക്യാൻ ബി കട്ട് വിത്ത് എ നൈഫ്. നമുക്ക് ഒരു കത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അത്രയും സോഫ്റ്റ് ആണ് എന്ത്, മെറ്റൽസ് ഭയങ്കര ഹാർഡാ. പക്ഷെ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത് ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം ഇവരൊക്കെ ഭയങ്കര എന്താണെടാ, ഭയങ്കര സോഫ്റ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ കത്തി വെച്ച് വരെ മുറിക്കാൻ വേണ്ടി പറ്റും. അവർക്ക് ഡെൻസിറ്റിയും കുറവായിരിക്കും, മെൽറ്റിംഗ് പോയിന്റും കുറവായിരിക്കും. എലമെന്റ്സ് ക്യാൻ ബി മോർ ക്ലിയർലി ക്ലാസിഫൈഡ് ആസ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ഓൺ ദ ബേസിസ് ഓഫ് ദിയർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പം നമ്മൾ ഫിസിക്കൽ നാച്ചർ നോക്കിയ സമയത്ത് കുറെ മെറ്റലിന്റെ ഫിസിക്കൽ നാച്ചേഴ്സ്, കുറച്ച് നോൺ മെറ്റൽസ് കാണിക്കുന്നുണ്ട്, നോൺ മെറ്റൽസിന്റെ കുറച്ച് ഫിസിക്കൽ നാച്ചേഴ്സ് മെറ്റൽസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടി നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാന് കുറച്ചും കൂടി എളുപ്പമുണ്ട്, അതിനേക്കാൾ എളുപ്പമുണ്ട് നമുക്ക് അതിന്റെ കെമിക്കൽ നാച്ചർ. ആ ഒരു കെമിക്കലി എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മെറ്റൽസ് ആണോ നോൺ മെറ്റൽസ് ആണോ എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അവരുടെ കെമിക്കൽ നാച്ചർ ആണ്. ഓൺ ദ ബേസിസ് ഓഫ്
കെമിക്കൽ നാച്ചർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? ഫിസിക്കൽ നാച്ചർ അല്ലെ, മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും ഒക്കെ ഫിസിക്കൽ നാച്ചർ അല്ലെ. മെറ്റൽസ് എങ്ങനെയാണ്? മെറ്റൽസിന് ഹാർഡ്നെസ് ഉണ്ട്, ഡക്ടിലിറ്റി ഉണ്ട്, മാലിബിലിറ്റി ഉണ്ട്, സൊണോറിറ്റി ഉണ്ട്, ഹീറ്റ് കണ്ടക്ട് ചെയ്യും, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, ലസ്റ്റർ കാണിക്കും, ആൻഡ് ലസ്റ്റർ കാണിക്കുന്ന നോൺ മെറ്റൽസും ഉണ്ട്. അങ്ങനെ അവരുടെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, അങ്ങനെ ഫിസിക്കൽ നാച്ചർ ആണ് നമ്മൾ ഈ സെഷനിൽ ഡീൽ ചെയ്തത്. ഇനി നമുക്ക് അതിന്റെ കെമിക്കൽ നാച്ചറും കുറെ കെമിക്കൽ പ്രോപ്പർട്ടീസും കുറെ കെമിക്കൽ എക്സ്പെരിമെന്റ്സ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട് മെറ്റൽസ് വെച്ചിട്ടൊക്കെ ഉള്ള. സോ അതാണ് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ.